ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനം 262 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ 13-ാമത്തെ ഭാഗം മത്തായി സുവിശേഷം 24-ാം അധ്യായം 12-ാമത്തെ വാക്യം. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഇന്ന് ലോകത്തിലെ ഇതുപോലെ പാപത്തിൻ്റെ അധർമ്മം പെരുകിയ ഒരു സംഭവമില്ല. ലോകത്തിൽ മുഴുവൻ അത്രമാത്രം വർദ്ധിച്ചിരിക്കുകയാണ്. ലൂക്കോസ് 21:16. ഈ ലോകത്തിലെ ആരെയും നമുക്ക് വിശ്വസിപ്പാൻ സാധിക്കുകയില്ല. ആരെയും ആ നിലയിൽ നാം വന്നിരിക്കുന്നു. സ്വന്തം ഭാര്യയോ ഭാര്യ ഭർത്താവിനെയോ മക്കളെയോ അപ്പനെയോ അമ്മയോ എന്ന് വേണ്ട, ആർക്കും ആരെയും വിശ്വസിപ്പാൻ പറ്റാത്ത സാഹചര്യമാണ്. വേണ്ടി വന്നാൽ കൊല്ലുന്നതിന് വരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അത്ര അധർമ്മം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ടെന്നേ. മറ്റേത് കാര്യത്തും അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സ്ത്രീ ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയെയും അടക്കം ഏകദേശം 5 പേരെ കൊന്ന ചരിത്രം കേരളത്തിൽ ഇന്നും ഞെട്ടലോടെയാണ് കേട്ടിരിക്കുന്നത്. ആ യുവതി എവിടെയാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ജയിലിലായിരിക്കും. എവിടെയായിരുന്നാലും നോക്കിക്കേ, ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിപ്പാൻ കഴിയാത്ത കാര്യമാണ്. അത് ഇവരെ സംബന്ധിച്ച് ഒരു പ്രശ്നവും ഇവർക്ക് ഇല്ല. ലൂക്കോസ് 21:16. എന്നാൽ അമ്മയപ്പന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും ചങ്ങാതികളെയും ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. സ്വന്തം പിതാവിൻ്റെ സ്വത്തിനു വേണ്ടി. ഇനിയും കുറച്ചു നാളും അപ്പം ജീവിച്ചിരിക്കുന്നു. അന്നേരം സ്വത്ത് കിട്ടണമെങ്കിൽ അത് കുറേ നാൾ കഴിയും. മരിക്കണം, സ്വാഭാവികമെന്ന് ഉണ്ടാകണം. അപ്പം മരിക്കുന്നില്ല. അപ്പനെവരെയും പിതാക്കന്മാരാവരെയും മക്കളെ കൊന്ന ചരിത്രമുണ്ട്. ഇവിടെ അപ്പൻ മരിച്ചുപോയി, കൊന്ന മക്കൾ നീണ്ട വർഷം ജയിലിൽ കിടക്കുന്നു. ഒരു കാര്യം എന്നെ കേൾക്കുന്നവരെ, മനുഷ്യന്റെ ജീവൻ ദൈവം എടുക്കണം. അല്ലാതെ ഒരു മനുഷ്യൻ എടുത്തു കഴിഞ്ഞാൽ നിന്റെ ആയുസ് തീരുന്നതിന് മുമ്പേ നിന്റെ ജീവനും വേറൊരാളോ വേറൊരു വിധത്തിലോ നഷ്ടമാകും എന്ന് ഓർത്തുകൊള്ളുക. ഇന്ന് നടക്കുന്ന ഈ അധർമ്മം, മദ്യപാനം, ഇതുപോലെ മദ്യം വിൽക്കുന്ന ഒരു സംസ്ഥാനമുണ്ടോ? എന്തൊരു ക്യൂ ആണ്. അതുപോലെ തന്നെ മയക്കുമരുന്ന് എത്ര പിടിച്ചാലും പിന്നെയും പിടിക്കുന്നുണ്ട്. അത് സ്ത്രീകളെ, അതുപോലെ തന്നെ കൊലപാതകങ്ങളെ, ഇതുപോലെ മോഷണം നടക്കുന്ന, എന്നെ നേരത്തെ പറഞ്ഞത്, ലഹരി പദാർത്ഥങ്ങളെ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉപയോഗിക്കുന്നു. അതവരൊടുവിൽ പിന്നെ അത് വിൽക്കാനായിട്ട് അവർ കൊണ്ടു നടക്കുന്നു. അവരെ പിടിക്കുന്നു. എത്ര പിടിച്ചാലും പിന്നെ ഇത് വർദ്ധിക്കുകയാണ്. ഇതിന്റെ പേരാണ് അധർമ്മം എന്ന് പറയുന്നത്. അധർമ്മം, ധർമ്മവിരുദ്ധമായ കാര്യം. പിന്നെ കുട്ടികളെ പീഡിപ്പിക്കുക, അത് സഹിക്കാൻ വയ്യാത്ത കാര്യം, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്.
ഈ നരാധമന്മാർ ചെയ്യുന്നത്? 5 വയസ്സുള്ള കുട്ടിയായിരുന്നാലും 6 വയസ്സുള്ള കുട്ടിയായിരുന്നാലും നരാധകന്മാർ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം, ഇവരെ എവിടെ വെച്ചാലും പിടിക്കും. ഇവിടെ മറയാൻ ഒരിടമില്ല. അത് പിടിച്ചിരിക്കും, ജയിലിൽ കിടക്കും. എത്ര വർഷമാണെന്ന് പറയാൻ പറ്റിയേല. നീണ്ട വർഷം കിടക്കേണ്ടി വരും. ചിലരെ മരിക്കുന്നത് വരെയും കിടക്കും. കാരണം അധർമ്മത്തിന് അത്ര പവറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നല്ല നിലയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇന്ന് നമ്മുടെ കേരളം എന്ന് പറയുന്നത് എല്ലാ നിലയിലും മുൻപന്തിയിലാണ്. വിദ്യാഭ്യാസപരമായിരുന്നാലും സാംസ്കാരികപരമായിരുന്നാലും. എന്നിട്ടും ഇവിടെ നടക്കുന്നത് മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം, കഴുത്തു മുറിക്കുക, നരബലി നടത്തുക. ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. നോർത്ത് ഇന്ത്യയിലും പോകേണ്ട കാര്യമില്ല. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും എൻ്റെ ചെറിയ സന്ദേശം ഞാൻ അയക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും കേൾക്കട്ടെ. ഈ പാപത്തിന് അടിമയായി ജീവിക്കുന്നവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ, എന്നേക്കുമായിട്ട് വിട പറയാം, എന്നേക്കുമായിട്ട് ഗുഡ് ബൈ പറയാം. ജീവിക്കേ. നമുക്ക് ഈ ഭൂമിയിൽ ഒരായുസ്സും മാത്രമേ ഉള്ളൂ. മനുഷ്യൻ 70 കഴിഞ്ഞാൽ പിന്നെ ആകെ തകരുന്നൊരു മനുഷ്യനാണ്. ജീവിതം പിന്നെ എത്ര ദിവസം എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലെ ആയിരിക്കുന്നു. 70 വയസ്സ് വരെ എത്തുന്നുമില്ലാതാനും പെട്ടെന്ന് മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കൊരായുസ്സേ ഉള്ളൂ. ആയുസ്സിൽ നല്ലവരായി ജീവിക്കുക. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇടയ്ക്ക് ബൈബിളൊക്കെ ഒന്ന് വായിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മഹാപാപം ഉണ്ടെങ്കിൽ ഏറ്റു പറയുക, എല്ലാം ക്ഷമിക്കാൻ. നമ്മുടെ കർത്താവിൻ്റെ രക്തം മാനവജാതി പാപത്തിന് ഏറ്റവും നല്ലതാണ്. എത്ര കഠിനഭാവിയായിരുന്നാലും യേശുവേ, എൻ്റെ പാപത്തിന് പരിഹാരം നൽകണമെന്ന് പറഞ്ഞാൽ കരുണാസമ്പന്ന ദൈവം പാപത്തെ ക്ഷമിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക. ഇന്ന് ആത്മഹത്യ, അത് പ്രായവ്യത്യാസമില്ലെന്നേ. അടുത്ത ദിവസം കേട്ടു, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് അമ്മ മൊബൈൽ കൊടുത്തില്ല. ഈ കുട്ടി മൊബൈലിന്റെ അടിമയാണ്. ഇവൻ പോയി തൂങ്ങി മരിച്ചു. നോക്കിക്കോണം, ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് വരെയും ആത്മഹത്യാ പ്രേരണ കയറിക്കഴിഞ്ഞു. ഇതിനൊക്കെ രക്ഷപ്പെടുവാൻ ഏകമാർഗം ദാസനായ യേശു, ഇതിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം. ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇനിയും ജീവിതത്തിൽ രക്ഷയില്ല എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ ആ വഴിക്ക് പോവുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ്സിനെ അവസാനിപ്പിക്കുന്നു. സ്നേഹസമ്പന്നനായ ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഈ കാലയളവിൽ ഏറ്റവും അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അധർമ്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനവജാതിക്ക് സമാധാനമില്ല. തകർന്ന കുടുംബങ്ങളെ, നിരാശയുള്ള കുടുംബങ്ങളെ, മദ്യപാനത്തിന് ആസക്തിയുള്ള കുടുംബം, തകർന്ന കുടുംബങ്ങളെ, ആത്മഹത്യക്ക് വേണ്ടി പോകുന്നവരെ, ചിന്തിക്കുന്നവരെ ഒക്കെ ജീവിതത്തിൽ വ്യതിയാനം വരുത്തണമേ. സമാധാനമില്ലാത്തൊരു സമാധാനം നൽകണമേ. സമാധാനപ്രഭു നീ മാത്രമായിരിക്കും. സ്തോത്രം. പ്രാർത്ഥന കേട്ട സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മൾ പോകുവാൻ തയ്യാറാകുക. ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകും. ദൈവമക്കളെ, പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം.